തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിലോട്ടാണ് ഞങ്ങളുടെ യാത്ര. വളരെ മനോഹരമാണ് അവിടുത്തെ കാഴ്ചകൾ കാണാൻ. ആദ്യം തന്നെ അതിൻ്റെ അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹെലികോപ്റ്റർ കാണാൻ കഴിയും. മുമ്പ് അതിന് ജീവൻ ഉണ്ടായിരുന്നു എന്നാണ് കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച മത്സ്യകന്യക, ലോകത്തെ ഏറ്റവും വലിയ മത്സ്യകന്യക. വളരെ സന്തോഷകരമായ ബീച്ച്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ സമയം 7 മണി. കുഞ്ഞുങ്ങളുടെ കുഞ്ഞു ട്രെയിനുകളും മറ്റും അവിടെ കാണാൻ സാധിക്കും. അങ്ങനെ ബീച്ചിലോട്ട് നടന്ന് കടൽ തീരത്തേക്ക്. ശംഖുമുഖം ബീച്ചിൻ്റെ അവസ്ഥ വളരെ വൃത്തിയുള്ള മനോഹരമായ ബീച്ച്. അനേകം കാഴ്ചകൾ അവിടെ ഉണ്ട്. രാത്രി സമയം ആയതുകൊണ്ട് പകർത്താൻ സാധിച്ചില്ല. വിശ്രമിക്കാൻ ഒരുപാട് ഇരിപ്പിടങ്ങൾ അവിടം നിർമ്മിച്ചിട്ടുണ്ട്. അനേകം കച്ചവടക്കാരെയും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. സൂര്യാസ്തമയം കാണാൻ വേണ്ടി അനേകം മനുഷ്യർ അവിടെ എത്തിപ്പെടുന്നു. കൊച്ചുമക്കളും സഹോദരി സഹോദരന്മാരെയും നമുക്ക് ആ കടൽ തീരത്ത് കാണാൻ സാധിക്കും. വല്ലാത്ത ഒരു അനുഭൂതി തന്നെയായിരുന്നു ശംഖുമുഖം ബീച്ചിലോട്ട് പോയപ്പോൾ. വളരെ മനോഹരമായ കാഴ്ചകളും ആ വൃത്തിയുള്ള ശംഖുമുഖം ബീച്ചും ആ കടൽ തീരവും. അനേകം കച്ചവടക്കാരെയും നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ഒത്തിരി ദൂരം മാത്രം ഇങ്ങോട്ടേക്ക് ഉള്ളൂ എന്നുള്ളത്. ആ കടൽ തീരത്ത് സൂര്യാസ്തമയം കാണാൻ വേണ്ടി അനേകം ആളുകൾ അവിടം തടിച്ചുകൂടിയിട്ടുണ്ട്. എൻ്റെ സുഹൃത്തിനെ
തിരുവനന്തപുരം എയർപോർട്ടിൽ വിട്ട് തിരിച്ചു വരുമ്പോൾ അവിടം കയറി നാട്ടിലേക്ക് തിരിക്കാം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് നൽകണമെന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ ഇതുവരെ നൽകിയ എല്ലാ സപ്പോർട്ടിനും നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുന്നു.